ஹலோ, யாரு சாரதாவா? தோ வந்துட்டு இருக்க சாரதா. காலையில கல்யாண கோவிலுக்கு போயிருந்தேல, அதனால கொஞ்சம் லேட் ஆயிடுச்சு. பரவாயில்ல, நாங்க சாயங்காலத்துக்கு முன்னாடி அங்க வந்துருவோம். ஆமா செய்துங்கம்மா. புள்ள நல்லா சாப்பிடுறானா? தோ பாரு, எங்க வீட்டு பொண்ணாக போற புள்ள ஒழுங்க மரியாதை நல்லா പാത്തുക്കൻ മഹാരാസിയെ. ശരി വെക്കട്ടുമാ, ഈവനിങ് பார்க்கலாம். കൊച്ചിയിൽ നിന്നും തഞ്ചാവൂർക്കുള്ള യാത്രയിലായിരുന്നു ജാനകി. തന്റെ ഓമനപുത്രൻ കല്യാണിന് അവന്റെ മുത്തച്ഛന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കൊച്ചുമകളുമായിട്ട് കല്യാണം നിശ്ചയിച്ചിരിക്കുകയാണ്. പഴമക്കാരുടെ ഓരോ ആഗ്രഹങ്ങളിൽ നമ്മൾ 19 കിഡ്സിന് വല്ലതിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇനിയിപ്പോൾ മറ്റുള്ളവർക്കുണ്ടെങ്കിലും നമ്മുടെ കഥാനായകൻ കല്യാണിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ലെന്നാണ് സത്യം. വിട്ടാൽ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് എസ്കേപ്പ് ആവാനാണ് അവന്റെ ആഗ്രഹമെങ്കിലും മിലിറ്ററിക്കാരനായ തന്റെ കൊച്ചുമകനെ കല്യാണം കഴിപ്പിച്ച് അവന്റെ കുഞ്ഞിനെ താലോലിച്ച് വേണം മരിക്കാനെന്ന അരുണാചലത്തിന്റെ വാശിക്ക് മുമ്പിൽ ആദ്യമൊക്കെ കല്യാൺ പൊരുതി നോക്കിയെങ്കിലും 1980 മുതൽ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്ന ആ സിനിമാ വിപത്ത് നമ്മുടെ കല്യാണിന്റെ ജീവിതത്തിലും കരിവേഷമാടി. പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയുമായിട്ട് മുത്തച്ഛൻ ബെഡിലായപ്പോൾ അതുവരെ മുത്തച്ഛനിൽ നിന്ന് മാത്രം ഉയർന്നു വന്നിരുന്ന ഭീഷണികൾ വീട്ടിലെല്ലാവരുടെ വായിൽ നിന്ന് റിപ്പീറ്റ് മോഡിൽ ഓടിക്കൊണ്ടിരുന്നു. അവസാനം ഒരു ഗതിയും പരഗതിയില്ലാതെ ഈ കല്യാണത്തിന് സമ്മതിക്കേണ്ടി വന്നു കല്യാണിന്. സ്വതവേ ആരോടും വലിയ വർത്തമാനത്തിലും നിൽക്കാതെ താനായി തന്റെ ജോലിയായി എന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് കല്യാൺ. ഡിസിപ്ലിൻ എന്ന് വന്ന അവനെ വെല്ലാൻ ആരുമില്ലെന്ന തരത്തിൽ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന നിർബന്ധക്കാരൻ. ലീവിന് വീട്ടിൽ വന്നാലും ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കാനോ മറ്റു ദുശീലങ്ങൾക്കോ ഒന്നിനും പോകാതെ വീട്ടിൽ കുത്തിരിക്കുന്ന ഹോംലിമാൻ അമ്മക്കുട്ടി എന്നൊക്കെ പറയാം. അതുകൊണ്ട് തന്നെയാണ് തന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ച ഈ കല്യാണത്തിനുള്ള തന്റെ പ്രതിഷേധ സൂചകമായി അവൻ പെണ്ണിന്റെ ഫോട്ടോ പോലും നോക്കാതിരുന്നത്. ഒരു പ്രാവശ്യം സംസാരിച്ചിരുന്നു, അത് അമ്മയുടെ ഫോണിൽ നിന്നും. അതല്ലാതെ താൻ കെട്ടാൻ പോകുന്ന പെണ്ണ് എങ്ങനെ ഇരിക്കുന്നു എന്ന് പോലും അവനൊരു ഊഹമില്ലെന്നാണ് സത്യം. ഇനിയിപ്പോൾ കണ്ടാലും കണ്ടില്ലെങ്കിലും അവളിൽ നിന്നൊരു മോചനയിൽ നിന്ന് ഉറപ്പിച്ച കല്യാണം കൊലവെറിയോടെയാണ് വിവാഹ ചടങ്ങുകൾക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ബ്രാഹ്മിൺ ചടങ്ങുകൾ പ്രകാരം 7 ദിവസം നീണ്ടു നിൽക്കുന്ന വിവാഹ ചടങ്ങുകളാണ് പ്രധാനം. അതിനുവേണ്ടിയുള്ള പുറപ്പാടിനിടയിലാണ് ജാനകിയെ പെണ്ണിന്റെ അമ്മയായ ശാരദ വിളിച്ച്, അമ്മേ ഞാനാണോ ലേറ്റായത്? അവിടെ ഇവിടെയും കറങ്ങിയിടന്ന് കണ്ട പട്ടിയോടും പൂച്ചയോടും എല്ലാം യാത്ര പറഞ്ഞ് അതുങ്ങളെ വരെ കല്യാണത്തിന് ക്ഷണിച്ച് ലേറ്റായി വന്നിട്ട് ഇപ്പൊ ഞാൻ അമ്പലത്തിൽ പോയതുകൊണ്ടാ വൈകിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതിനൊക്കെ തലയാട്ടി സമ്മതിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ തങ്കല്ലേ അമ്മ പേശിന്ന് ടൈം പോയിടിച്ചെന്ന് சொன்னா പൊണ്ണു വീട്ടുകാർക്ക് എന്നെ നിനപ്പേ. അതിനാരതാ കണ്ണ അപ്പടി ചൊല്ലിട്ട്. അല്ല നീ എന്തിനാ ഇപ്പൊ എന്നോട് വഴക്കിടുന്നേ? എന്റെ മൂത്തമാന്റെ കല്യാണത്തിന് ഞാൻ എല്ലാവരോടും പറയാതെ വേറെ ആര് പറയും? ദോ പാര് കണ്ണ, ഉങ്ക അപ്പാവും തമ്പിയും ഏതാവത് ഇൻഡസ്ട്രിക്കാർ രണ്ടുപേർക്കും എല്ലാത്തുക്കും ഞാൻ താ ഓടണം. മകന്റെ കല്യാണാണ് അല്ലെങ്കിൽ അണ്ണന്റെ കല്യാണാണെന്ന് വല്ല ധാരണയുണ്ടോ രണ്ടുപേർക്കും? നീ തന്നെ നോക്ക്. ഇങ്ങനെ രണ്ടുപേര്. അയ്യോ ദേ കൈലാസ്, നമ്മക്കിட்ட വந்தாச்சுப்பா, ഏതാവത് ചൊല്ലി നിർത്തിടാവളെ. കൈലാഷ്, അമ്മ അണ്ണൻ കല്യാണത്തിന് സമ്മതിച്ചില്ലേ? ഇനി എന്താ പ്രശ്നം? അവൻ വരും, താലി കിട്ടും, അണ്ണിയെ നമ്മളോട് വീട്ടിൽ കൂട്ടിയിട്ട് വരും. അതൊക്കെ എതുക്കുമായി ഇവളോ സീന്? അമ്മയും മോനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടിയുണ്ടായിക്കൊണ്ടിരുന്നോന്ന് വെച്ചാൽ അതും സമ്മതിക്കാൻ ഞങ്ങളുടെ നിനക്ക് വരുന്നോ? അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം. നമുക്ക് മലയാളം അറിയാലോ, പിന്നെ നീ പുട്ടിന് തേങ്ങ തിരിക്കുന്ന പോലെ ഇടയ്ക്ക് തമിഴെടുത്ത് ഇവിടുന്ന്. ഇപ്പൊ പാറ് ഉന്നോട് പേസി പേസി എങ്ങൾക്കും എന്താ പളക്കം വന്നിരിച്ച്? ഡേയ് കണ്ണ, അത് നമ്മുടെ ഭാഷ താനാ, അതങ്ങനെ വിട്ടുകളയാനൊന്നും പറ്റില്ല. പിന്നെ മലയാളം പറയുന്നതിനിടയിൽ കുറച്ച് തമിഴ് കൂടി കൂട്ടി പറയുമ്പോൾ ഒരു രസാ കേൾക്കാൻ. ഡേയ് ഞാൻ എല്ലാം വസുദൈവ കുടുംബത്തോടാള് തെറിയുമാ. അമ്മ തായേ നീ എന്നെ വേണ പേസ്, എങ്ങളെ വിട്ടിട്. കൈലാഷ് ഇനി എത്ര നേരം ഉണ്ടാ അവിടേക്ക് എത്താൻ? ഇരുന്നിരുന്ന് നടുവൊടിഞ്ഞു. ഇവിടെ ഒന്നും പെണ്ണുങ്ങളില്ലാത്തതുകൊണ്ട് അങ്ങ് തഞ്ചാവൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുക. അല്ല ഇനി ആ പെണ്ണിനോട് സംസാരിക്കാൻ ഞാനിനി തമിഴും പഠിക്കണാവോ? ഇവിടെയുള്ള തമിഴത്തിൽ തന്നെ കൊണ്ടുനടക്കാൻ പറ്റുന്ന പാട് നമുക്കറിയാം. കല്യാണം അത് ജാനകി നോക്കിയാണ് പറഞ്ഞത്. എന്നടാ ഞാൻ തമിഴിക്ക് പ്രശ്നോ? നീയൊക്കെ പറയുന്നതല്ല ഞാൻ ചെയ്തിരുന്നില്ലേ? ഞാൻ പറയുന്ന വല്ല നിങ്ങൾക്ക് മനസ്സിലാവാതിരിക്കുന്നുണ്ടോ? എന്നിട്ട് അവൻ കുറ്റം പറയാൻ വന്നിരിക്കുന്നു. അതെങ്ങനെയാ? അപ്പൻ്റെ അല്ലേ മക്കള്. സാറ് തമിഴ് കത്തിക്കാൻ വേണ്ട ആവശ്യമില്ലേ? പൊണ്ണുക്ക് നല്ല മലയാളം തെരിയും. അടാ വിടുമാ അണ്ണാ, ഒരു 3 മണിക്കൂർ കൂടെ അതിനുള്ളിൽ അവിടെ എത്തും. അത് കേട്ട് അച്ഛൻ രാഘവ്, ഇപ്പൊ തെരിയുതടാ, ഞാൻ ഏൻ കല്യാണം പണ്ണ വേണ്ടാന്ന് ഉങ്ങൾക്കിட்ட சொல்றேன்னு. കഴിഞ്ഞ 30 കൊല്ലായിട്ട് നിന്റെയൊക്കെ അമ്മയുടെ ഈ വായി ഞാൻ സഹിക്കുവാടാ. രാഘവ് ഒരു ചെറു ചിരിയോടെ ജാനകിയെ കളിയാക്കിക്കൊണ്ടത് പറയുമ്പോഴേക്കും ജാനകി കപട ദേഷ്യത്തോടെ അയാളെ നോക്കി. നല്ല അപ്പൻ, കെട്ടണ്ടെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന മകനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം. എന്റെ വിധി, അല്ലാണ്ടെന്താ, സഹിക്കുക തന്നെ. കണ്ടോ എന്നോട് വഴക്കിടുന്ന കാര്യം വന്നപ്പോ അവൾക്ക് പച്ച മലയാളം വന്ന് കണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ പരിഭവവും പരാതി പറച്ചിലുകളും കളിയും ചിരിമൊക്കെയായി ആ യാത്ര നീളുമ്പോഴും കല്യാണിന്റെ മനസ്സ് അശ്വതി തന്നെയായിരുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത പരിചയമില്ലാത്ത ഒരുവൾ ഇന്നേക്ക് 7 ദിവസങ്ങൾക്കപ്പുറം തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാവാൻ വരുന്നു. തൻ്റെ ജീവിതം ഷെയർ ചെയ്യാൻ അവൻ ചിന്തകളിലാണ്ടു. അക്ക ഞാൻ വന്നിട്ടേൻ, എന്നൊക്കെ മുഖത്തിൽ കല്യാണ കല്യാണം വന്നിരിക്ക്. മാപ്പിള റൊമാൻറ്റിക് ഇരിപ്പാങ്ങളോ? ഏയ് ചാരു എപ്പോ വന്നേ? എവ്വളോ നാളാച്ചു പാത്ത്? കിടത്തട്ട 6 years ആച്ചെന്ന് എനിക്കറിയാം.
നിന്നെ എനിക്ക് എന്ത് മിസ് ചെയ്തെന്നറിയോ? നീ അടുത്തുള്ളപ്പോഴുള്ള കൂൾനെസ് അതൊന്ന് വേറെ തന്നെയാ. പിന്നെ കല്യാണക്കല അത് മിനിഞ്ഞാന്ന് ചെയ്ത ഫ്രൂട്ട് ഫേഷ്യലിൻ്റെയാ. അപ്പുറം മാപ്പിള അത് പറയാ വേണ്ട, മൊരടെന്ന് പറഞ്ഞ അങ്ങനെ ഒരു മൊരട്. കല്യാണം പറഞ്ഞ് 4 മാസമായി. ഇതുവരെ ഒരു തവണ എന്നോട് സംസാരിച്ച്, അതും ഫോണിൽ. അതെങ്ങനെയാ? ഹലോ, ഞാൻ കല്യാൺ, പേര് സേതുല്ലേ? അമ്മ പറഞ്ഞു കേട്ടു. അറിയാലോ, ഞാനൊരു ആർമിക്കാരനാണ്. സോ എൻ്റെ ജീവിത രീതി അങ്ങനെയാണ്. ഓവർ റൊമാൻറ്റിക് ആവുന്ന ഊര് ചുറ്റാൻ എന്നെ കിട്ടില്ല. സോ എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാം. തന്നെ ആരും നിർബന്ധിക്കില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഹോ, എന്തൊരു ആറ്റിറ്റ്യൂഡാണെന്നോ ഒരു പെണ്ണിനോട്, അതും കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനോട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇവനെയൊക്കെ കെട്ടി വട്ടം തിരിയാനാ എൻ്റെ വിധി. ഈ മുത്തച്ഛൻ്റെ ഓരോ വാശി, അതിന് കൂട്ടു നിൽക്കാൻ അമ്മയും. എന്നടി ഇത് പിടിക്കലെന്ന് ചൊല്ല വേണ്ടിയതാണേ. ഇത് ഉന്നോടെ വഴിക്ക് നീ ആ തീരുമാനം ഇരിക്കേണ്ടത്. ഒത്തുപോകാൻ പറ്റില്ല, ഇവിടെ വെച്ച് നിർത്തുന്നത് നല്ല. കെട്ടിക്കഴിഞ്ഞ് കിടന്ന് അനുഭവിക്കേണ്ടി വരും. നിനക്ക് അങ്ങനെ പറയാം, US റിട്ടേൺ അല്ലേ. ഞാൻ വല്ലോ ഇത് പറഞ്ഞാൽ ചെന്ന അമ്മേനെ കൊല്ലും. അതും ആർമി മാപ്പിള. അതുകൂടി അറിഞ്ഞാൽ പിന്നെ അമ്മേനെ വെറുതെ വിടുന്നു തോന്നുന്നുണ്ടോ? നിനക്കറിയാലോ അമ്മയുടെ കാര്യം. നിനക്ക് ധൈര്യമില്ല, പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? നമ്മുടെ ആളെ നമ്മൾ തന്നെ സെലക്ട് ചെയ്യണം, അതെൻ്റെ പോളിസി. നിനക്ക് ചോയ്സ് ഉണ്ടല്ലോ, ആരും ചോദിക്കാനും പറയാനും വരില്ല. നീ നടത്തും മോളെ. സേതുവിന്റെ വാക്കുകൾ കേൾക്കെ ചാരുവിന്റെ മനസ്സൊന്ന് പിടഞ്ഞു. പക്ഷെ സേതു മറ്റൊരർത്ഥത്തിലല്ല പറഞ്ഞെന്നറിയുന്ന ചാരു പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി. ഒരുത്തി എവളോന്ന് ആൾക്കപ്പുറം വന്നിരിക്കാളെ. അവൾക്ക് ഏതാവത് സാപ്പിട കൊടുക്കണേന്ന് ഏതാവും നെനപ്പിരിക്കാ സേതു എനക്ക്. വാമ, എനിക്ക് പസിക്കുത്. ഓ, എൻ ദേവതക്ക് പസിക്കുതാ. ശരി വാ സാപ്പിടலாம். സേതുവും ചാരുവും ഡൈനിങ് റൂമിലെത്തുമ്പോൾ അവിടെ സെൽവം ഇരിക്കുന്നുണ്ടായിരുന്നു. ചാരുവിൻ്റെയും സേതുവിൻ്റെയും അച്ഛൻ. ചാരുവിനെ കണ്ടവടകൾ മുഖമുയർത്തി നോക്കി. ആ മുഖത്ത് ഗൗരവം നിറഞ്ഞിരുന്നു. അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ അയാളെ അവൾ മെല്ലെ വിളിച്ചു. അപ്പാ എപ്പടി ഇരിക്കുപ്പാ? എനിക്കെന്നാ, ഞാൻ നല്ലതാ ഇരിക്കേ. നീ എപ്പോഴാ തിരിച്ചു പോകുന്നേ? ചാരുവിൻ്റെ മനസ്സ് വല്ലാണ്ട് പിടഞ്ഞു. തനിക്ക് ജന്മം തന്ന ഒരു മനുഷ്യൻ, ഒരു കാലത്ത് തൻ്റെ ഹീറോ ആയിരുന്നയാൾ, ഇന്ന് 6 വർഷങ്ങൾക്കൊടുവിൽ മകൾ വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ ആദ്യം അറിയേണ്ടത് അവൾ ഇന്ന് തിരിച്ചു പോകുമെന്നാണ്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഭിന്നമായി താൻ ഇതുവരൊന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ലല്ലോ. 8ാമത്തെ വയസ്സിൽ മകളെ കൂട്ടുകാരൻ്റെ കുടുംബത്തോടൊപ്പം നാട് കടത്തിയ അച്ഛനിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും താൻ പ്രതീക്ഷിക്കാനും പാടില്ല. പോവേപ്പാ, കല്യാണം മുടിഞ്ചുടനെ. നീ വരവേണ്ട അത്യാവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ദോ പാര് ശാരദ, അവളോട് പിടിവാൻ താൻ. നിനക്കാളും ഇഷ്ടമല്ലെന്നറിയാം, പക്ഷെ അവൾക്ക് നീ ജീവനാ. ഇനിയെങ്കിലും മനസ്സിലാക്ക്. അത് കേട്ടുവന്ന് ശാരദ പറഞ്ഞു. എന്നെങ്കേ ചിന്ന പൊണ്ണ് താങ്കെ വിട്, അവൾക്ക് എന്നാ തെറിയും. വെറുതെ അവളെ വഴക്ക് പറയണ്ട. അവൾക്ക് എല്ലാം ഒരു കാലത്ത് മനസ്സിലാവും. അവള് നോക്കുമ്പോൾ ഞാൻ അവളുടെ പെറ്റമ്മയല്ലോ. പാത്തിയ, ഇതാൻ ശാരദ, പുരിഞ്ചിക്കോ. അതും പറഞ്ഞയാൾ മുറി ലക്ഷ്യമാക്കി നടന്നു. ചാരുമെല്ലാം അവളുടെ കാലിലെ പൊള്ളലേറ്റ പാടിലേക്ക് നോക്കി. കഴിഞ്ഞ വരവിൽ വല്യമ്മ തന്ന സമ്മാനം അവൾ മെല്ലെയൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അതിലും വേഗതയിൽ അവളുടെ മിഴികൾ പെയ്തു തുടങ്ങിയിരുന്നു. കല്യാൺ, എന്തൊരു ഉറക്കമായത്. എഴുന്നേൽക്ക്, ഇതേ സ്ഥലം എത്തിയാച്ച്. കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനിങ്ങനെ ഉറക്കം തൂങ്ങി അവിടെ ചെന്ന് കയറിയാലേ അവനെന്ത് വിചാരിക്കും? നീ ഇഞ്ചി തിന്ന കുരങ്ങിനെ പോലെ മുഖം വയ്ക്കാതെ മര്യാദക്കൊന്ന് ചിരിച്ചൊക്കെ ഇരിക്കും. നിന്റെ മുഖം കണ്ടാ തോന്നും ഞങ്ങളെല്ലാം കൂടി നിന്നെ ഏതാണ്ട് കൊല്ലാൻ കൊണ്ടുപോവാന്ന് ജാനകി പറഞ്ഞൊപ്പിച്ചു. എന്റെ മുഖം ഇത്രയേ തെളിയും. ഇങ്ങനെ കാണാൻ പറ്റുന്നവർ കണ്ടാൽ മതി. ചിരിച്ച് സന്തോഷിച്ചവരെ ഇത് എന്റെ ഇഷ്ടപ്രകാരം എടുത്ത് തീരുമാനമല്ലോ. ഭീഷണിപ്പെടുത്തി സമ്മതിപ്പിച്ചതല്ലേ, അപ്പൊ പിന്നെ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അവൻ പിറുവിറുത്തു. നിന്നോട് തർക്കിച്ച് ജയിക്കാൻ ആർക്കാടാ പറ്റുക? അവിടെ ചെന്ന് ആ പെങ്കൊച്ചിനോട് ഇങ്ങനൊന്നും പറഞ്ഞേക്കരുത്, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ജാനകി ഒരു താക്കീതെന്നോണം പറഞ്ഞു നിർത്തി. അവിടെ ചെന്ന് തമിഴ് തട്ടിയിടാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ അപ്പം തന്നെ തിരിച്ചു വരും. ഇതെന്റെ ഭീഷണി. അവൻ വീണ്ടും പിറുവിറുത്തു. നിന്നെയൊക്കെ കൊണ്ടു നടക്കുന്ന എന്നെ വേണം പറയാൻ. ജാനകി തലക്ക് കൈവച്ച്. വണ്ടി വലിയൊരു വീടിന് മുമ്പിൽ ചെന്ന് നിന്നു. അകത്തുനിന്ന് ഒരു പടതനെ അവരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. മുത്തച്ഛൻ നേരത്തെ തന്നെ എത്തിയിരുന്നതിനാൽ അവർക്ക് വലിയ അപരിചിതത്വമൊന്നും തോന്നിയില്ല. സ്ഥിരം കുശലാന്വേഷണങ്ങൾക്ക് ശേഷം അവരകത്ത് പ്രവേശിച്ചു. നീണ്ട യാത്ര കഴിഞ്ഞ് വന്നതിനാൽ കല്യാണിനെയും കൈലാഷിനെയും റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് പറഞ്ഞയച്ച ശേഷം മുതിർന്നവരെല്ലാവരും ചേർന്ന് അവരുടേതായ ലോകത്തിലേക്ക് നീങ്ങി. ടെറസിൽ കല്യാണം കുടുംബം വന്നിറങ്ങുന്ന നോക്കി നിൽക്കായിരുന്നു സേതുവും ചാരുവും. അക്ക, മാപ്പിള സൂപ്പറാതായിരിക്ക്. ഏയ്, നിനക്ക് മലയാളം അറിയാലോ, പിന്നെ എന്തിനാ തമിഴ്? സേതു പരിപത്തിൽ ചോദിച്ചു. ശരി, അക്ക പയ്യൻ സൂപ്പറാണല്ലോ, രൺവീർ സിംഗിനെ പോലെ ഹോട്ടായിട്ടുണ്ട്. ചാരു അവൾ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ദേ, അടി വാങ്ങിക്കോട്ടെ. നീ കാണാൻ മാത്രമേ ഇങ്ങനെയുള്ളൂ. വായ തുറന്നാൽ പിന്നെ ജന്മത്തിൽ നമ്മൾ ആ മനുഷ്യനോട് മിണ്ടില്ല. പിന്നെ നിനക്ക് അത്രയും ഇഷ്ടപ്പെട്ടാ നീ കെട്ടിക്കോ. ഓഹോ, ദേഷ്യം വന്ന് പെണ്ണിന്. ആ നോക്കട്ടെ, അക്ക് തന്നെ പറഞ്ഞ് കെട്ടിക്കോളാം. പിന്നെ ഞാനെന്തിനാ പഠിക്കുന്നേ? ചാരു കുസൃതിയോടെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയോടി. സേതു കയ്യിൽ കിട്ടിയ ചെറിയ കല്ലെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞെങ്കിലും അത് അവളെ തൊടാതെ കടന്നുപോയപ്പോൾ ചാരു അവളെ നോക്കി നാക്ക് നീട്ടിക്കൊണ്ട് അവിടുന്ന് ഇറങ്ങിയോടി. അണ്ണാ, നിനക്ക് പെണ്ണിനെ കാണണമെന്ന് തോന്നുന്നില്ലേ? ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാതെ കൈലാഷ് കല്യാണോട് ചോദിച്ചു. എന്തിന്? ഏതായാലും എൻ്റെ വിധി എഴുതി കഴിഞ്ഞു. ഇനി വരുന്ന ഭൂകമ്പം ഏറ്റുവാങ്ങില്ലാതെ വരുന്നുണ്ടോ എന്ന് എത്തി നോക്കേണ്ട ആവശ്യം എന്താ? എട്ടിക്കഴിഞ്ഞ് കാണാം, അത്ര തന്നെ. ഛേ, നീയൊക്കെ എന്തൊരു മനുഷ്യനാ.
കല്യാണത്തിന് മുമ്പ് മനസ്സോ തുറന്ന് സംസാരിച്ചാൽ നീ പറയുന്ന ടെൻഷനിൽ ഒരു പരിധി മാറില്ലേ? അതുള്ള പരസ്പരം മനസ്സിലാക്കുന്ന സാഹചര്യം കിട്ടും. എന്തായാലും കെട്ടണം. എന്നാ പിന്നെ ഒന്ന് സംസാരിക്കുന്നുണ്ട് എന്തുണ്ടാവാനാ? നീ ഒന്ന് കിടന്നുറങ്ങുന്നുണ്ടോ? കല്യാണം മറുവശത്തേക്ക് തിരിഞ്ഞിടുന്നുണ്ട് പറഞ്ഞു. ചേടാ, നിനക്ക് നല്ലതിനു വേണ്ടി പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ ശശിയാക്കുന്നോ? ഞാൻ വല്ലതും ആയിരിക്കണം. ഇപ്പൊ പെണ്ണിനോട് സംസാരിച്ച് ഫസ്റ്റ് മീറ്റും കഴിഞ്ഞേനെ. എടാ, എങ്ങോട്ടായി പറഞ്ഞോണേ? ഞാൻ നിന്റെ ചേട്ടനാ, അത് ഓർമ്മ. ഓ, പേരിനാ ചേട്ടൻ. ഇക്കാര്യത്തിലൊക്കെ ഞാൻ തന്നെയാ മിടുക്കൻ. നീ അത്ര പോരാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ ആ പെണ്ണിനോട് സംസാരിക്കണം, അത്രയല്ലേ വേണ്ടു? സംസാരിക്കാം, അത് നീ കിടന്നുറങ്ങുക. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. കൈലാഷ് മുഖത്ത് വന്ന് ചിരി ഒളിപ്പിച്ച് വെച്ച് മെല്ലെ കണ്ണുകളടച്ച് കിടന്നു. സേതുവിനോട് കുറുമ്പ് കാണിച്ച് ചാരു ഓടിയിറങ്ങി വന്ന് ഹാളിൽ സംസാരിച്ചിരിക്കുന്ന മുതിർന്നവരുടെ ഇടയിലേക്കാണ്. അവളുടെ മുഖത്തെ പുഞ്ചിരിയും കണ്ണുകളിലെ തിളക്കവും ജാനകിയെ വല്ലാതെ അവളിലേക്ക് ആകർഷിച്ചു. അല്ല, ആരെ ഈ സുന്ദരി കുട്ടി? അവർ മെല്ലെ എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് നടന്നു. അത് ഞങ്ങളുടെ ഇളയ മകളാ, ചാരുലക്ഷ്മി. ശാരദയാണ് മറുപടി പറഞ്ഞ്. ആഹാ, സേതുവിനൊരു അനിയത്തിയുള്ള കാര്യം ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. സുന്ദരി കുട്ടി. മോളെന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ? ജാനകി അവിടെ നെറുകിൽ മേലെ തലോടിക്കൊണ്ട് ചോദിച്ചു. അവള് US സിവിൽ എഞ്ചിനീയറാണ്. ഇവിടെ ഇല്ല, അത് ആർക്കും അവളെ പരിചയമില്ലാത്ത. പഠിച്ചതും വളർന്നൊക്കെ അവിടെയാ. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാ താമസം. സെൽവൻ ജാളിതയുടെ മറുപടി പറഞ്ഞു. പക്ഷേ ജാനകിയുടെ ചാരുവിനോടുള്ള സ്നേഹപ്രകടനം കാണി ശാരദയുടെ മനസ്സ് എരിയുന്നുണ്ടായിരുന്നു. ഇതിനുള്ള പ്രതിഫലം അവർക്ക് കിട്ടുക തന്നെ ചെയ്യുമെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചു. ശരി ശരി, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാം. മോള് വരുന്നുണ്ട് ആന്റിയുടെ കൂടെ? ജാനകി ചോദിച്ചു. അവൾ സെൽവത്തെ നോക്കി. ആ മുഖത്ത് ഗൗരവം നിറയുന്ന കണ്ടതോടെ അവൾ ഇവിടെ ചെറിയ ജോലികളുണ്ടെന്നും പിന്നീട് ഒരിക്കൽ വരാമെന്നും പറഞ്ഞൊഴിഞ്ഞു. പിള്ളേർ സെറ്റിനെല്ലാം വീട്ടിൽ ഒറ്റക്കാക്കി മാതാപിതാക്കൾ യാത്ര തുടർന്നു. ഹാളിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ചാരുവും സേതുവും അവരുടെ കസിൻസ് കുറച്ച് പെൺപടകളും. അവിടേക്കാണ് ഉറക്കെല്ലാം കഴിഞ്ഞ് ഫ്രഷായി കല്യാണം ഇറങ്ങി വരുന്നത്. അവന് ചെറുതായി വിശക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ താഴേക്ക് ഇറങ്ങിച്ചെല്ലാം കൂട്ടാക്കിയത്. താഴെ പെൺകുട്ടികളുടെ ഒരു പട തന്നെ കണ്ട് എന്ത് ചെയ്യണമെന്നറിയാൻ സ്റ്റെയറിന് താഴെ നിൽക്കുകയാണ് കല്യാൺ. അവരുടെ ലീഡർ എന്നോണം എല്ലാവരെയും ചിയർ ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി നടുവിലെ വലിയ സോഫയിൽ ഒരു രാജകുമാരിയെ പോലെ ഇരിക്കുന്നു. മൊത്തം ഗ്രൂപ്പിന്റെയും ശ്രദ്ധ അവളിൽ മാത്രമാണെന്ന് അവന് തോന്നി. അവിടെ ഓരോ തമാശകൾക്കും കളിയാക്കലുകൾക്കും ആ ഗ്രൂപ്പ് മൊത്തത്തിൽ ചിരിച്ച് മറിയുന്നുണ്ട്. അവളുടെ മടിയിലായി ഏതാണ്ട് 3 വയസ്സ് തോന്നിക്കുന്ന ചെറിയൊരു പെൺകുട്ടി ഇരിക്കുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് അവളുടെ കയ്യിൽ ഐസ്ക്രീം പാക്കിൽ നിന്ന് ആ കുഞ്ഞിന് ഫീഡ് ചെയ്ത് അവളും കഴിക്കുന്നുണ്ട്. വെളുത്ത് മെലിഞ്ഞൊരു മുയൽക്കുട്ടിയെ പോലെ തോന്നി അവൻ അവളെ. അധികം തടിയൊന്നുമില്ല, എങ്കിലും അവളുടെ പൊക്കമില്ലായ്മ അവളെ ചെറിയൊരു മുയൽക്കുട്ടിയായി തോന്നിച്ചു. അവളുടെ കണ്ണുകൾ മെല്ലെ തന്നിലേക്ക് പാളി വീഴുന്നത് അവൻ ശ്രദ്ധിച്ചു. അവൻ പതിഞ്ഞൊരു ചിരി സമ്മാനിച്ചു. അവൾ അവളുടെ ഗ്രൂപ്പിനോട് ബൈ പറഞ്ഞ് കയ്യിലെ ചോട്ടാ പാക്കറ്റ് പെൺകൊടിയും കൊണ്ട് അവന് നേർക്ക് നടന്നു. അവന്റെ കണ്ണിലെ പരിഭ്രമം കൊണ്ട് തന്നെ അവന്റെ ഉൾവലിഞ്ഞ സ്വഭാവം അവൾക്ക് മനസ്സിലായിരുന്നു. ഹായ് കല്യാൺ, ഞാൻ ചാരു, സേതുവിന്റെ സിസ്റ്ററാണ്. വന്നപ്പോൾ കണ്ടിരുന്നു കേട്ടോ, മിണ്ടാൻ പറ്റിയില്ല. അവൾ അവളെ സ്വയം ഒന്ന് പരിചയപ്പെടുത്തി. അവളുടെ ആ ബോൾഡിനെസ് അവന് ഇഷ്ടമായി. അവളുടെ ചിരി, കണ്ണുകൾ. പൊതുവെ പെൺകുട്ടികളോട് സംസാരിക്കാൻ മടിക്കുന്ന അവന്റെ മനസ്സെന്തോ ഇവളോട് മാത്രം അടുക്കുന്ന പോലെ തോന്നിയവന്. ചെറിയൊരു ചിരിയോട് അവൻ അവളുമായുള്ള സംസാരം തുടർന്നു. ഹായ് ചാരു. ഓക്കെ, അല്ല അമ്മ അപ്പ എല്ലാവരും എവിടെ? ആരെയും കണ്ടില്ലല്ലോ? അവൻ മേലെ ചോദിച്ചു. അവര് പറഞ്ഞില്ലല്ലേ, പേരൻസ് എല്ലാവരും കൂടി എന്തോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പുറത്തു പോയിരിക്കുക. നിങ്ങൾ ഉറങ്ങുന്നോണ്ട് പറഞ്ഞില്ല. എന്നെ വിളിച്ചിരുന്നു, പക്ഷെ പോയില്ല. ചാരു മറുപടി പറഞ്ഞു. അവൾ മെല്ലെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ അവനെ വിളിച്ച് കിച്ചൺ ലക്ഷ്യമാക്കി നടന്നു. ചാരുവിന്റെ കയ്യിൽ നിന്ന് കല്യാണിനെ നോക്കി ചിരിക്കുന്ന കുഞ്ഞിനെ കല്യാൺ വാത്സല്യത്തോടെ നോക്കി. എന്താ സുന്ദരിക്കുട്ടിയുടെ പേര്? അവൻ മെല്ലെ ചോദിച്ചു. കാവ്യ. അവൾ നാണത്തോടെ മറുപടി പറഞ്ഞു. ആള് ഭയങ്കര നാണക്കാരിയാ. ഞാൻ നാട്ടിൽ വന്ന മുതൽ എൻ്റെ ഒക്കത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. 4 ആൾ ഒന്നിച്ചേണ്ട പിന്നെ പുള്ളിക്കാരി ഫ്ലാറ്റ്. ചാരു ചിരിയോടെ കല്യാണിനോടായി പറയുമ്പോൾ അവളുടെ വാക്കുകളിലെ കുസൃതി ആസ്വദിക്കുന്ന തിരക്കിലായിരുന്നു കല്യാൺ. അവൾ കല്യാണിനോട് കിച്ചണിലെ സീറ്റിംഗ് പ്ലേസിൽ ഇരിക്കാൻ പറഞ്ഞു. മെല്ലെ കാവ്യയും അവൻ അരികിലായി ഇരുത്തി. അവൾ ഗ്യാസ് ഓൺ ചെയ്ത് ചൂട് ദോശ ചുട്ട് പ്ലേറ്റിലാക്കി കല്യാണിന് നേരെ നീട്ടി. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. അതിന് ഞാൻ തന്നോടൊന്നും ചോദിച്ചില്ലല്ലോ. പിന്നെ ഇങ്ങനെ ബേസിക്കലി ഞാനൊരു ഫുഡിയാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ കണ്ണിൽ നോക്കിയാൽ എനിക്കറിയാം ഒരാൾക്ക് വിശക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അവൾ തന്നെ ജീൻസ് ടോപ്പിന്റെ കോളറൊന്ന് പൊക്കി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. 2 ദോശ കൂടി അവന്റെ പാത്രത്തിൽ ചുട്ടുവെച്ച് ഒരു പാത്രത്തിൽ ചെറിയ 2 കുട്ടി ദോശയും എടുത്ത് അവൾ അവനടുത്തായി ചെയറിൽ വന്നിരുന്നു. കാവ്യ എടുത്ത് മടിയിലെത്തി ചൂട് ദോശ ചട്നിയിൽ മുക്കി ഊതി കാവ്യയ്ക്ക് വാരി കൊടുക്കുമ്പോൾ കല്യാൺ അവളെ ശ്രദ്ധയോടെ നോക്കിയിരുന്നു. അവന്റെ ഉള്ളിൽ ആ പെണ്ണിന്റെ മുഖം ആഴത്തിൽ പതിയുന്ന പോലെ. എന്നെ കണ്ട പഠിക്കുന്ന കുട്ടിയായിട്ടാണ് തോന്നുന്നത്. ഞാൻ വർക്ക് ചെയ്യുക, US സിവിൽ എഞ്ചിനീയറാ. ഓ സീരിയസ്ലി? തന്നെ കണ്ട പറയില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാ താൻ വന്നത്? ഞാൻ ഇന്നലെയാണ് വന്നത്. 6 വർഷം കൂടിയ നാട്ടിൽ. നിങ്ങളുടെ കല്യാണം കഴിയുന്നവരെ എനിക്ക് ടൈമുള്ളൂ.
പിന്നെ തിരിച്ചു പോയാൽ എനിക്കൊരു വരവൊക്കെ കണക്കാ. അല്ലേടി കാവിക്കുട്ടി? അവൾ നിറഞ്ഞു വന്ന മിഴികൾ മെല്ലെ തുടച്ച് കാവ്യയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു. അതെന്താടോ, തനിക്ക് നാട് ഇഷ്ടമല്ലേ? അവൻ അത്ഭുതത്തോടെയും തെളിയൊരു സങ്കടത്തോടെയും ചോദിച്ചു. എന്തൊരു ചോദ്യമായത്. പക്ഷേ അതൊക്കെ വലിയൊരു കഥയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തത് കല്യാണോട് പറയും. അവൾ വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. പിന്നെ തനിക്കൊരു കാര്യം അറിയാം കല്യാൺ, ഈ പ്രാവശ്യം ഞാൻ പോകുമ്പോൾ എൻ്റെ ഈ കാവിക്കുട്ടിയും കാണും എൻ്റെ കൂടെ. കല്യാൺ അവളെ സംശയത്തോടെ നോക്കി. അപ്പോൾ കാവ്യയുടെ പാരൻസ്? ഏയ്, അവരിനില്ല കല്യാൺ. ആക്സിഡൻ്റ് ആയിരുന്നു 1 year ബാക്ക്. അന്ന് തൊട്ട് ഇവളെല്ലാവർക്കും ഒരു അധികം പറ്റാ. സോ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. ബട്ട് തനിക്കൊരു മാരേജ് പ്രപ്പോസലൊക്കെ വരുമ്പോൾ ഇവളൊരു... അവനവൻ്റെ വാക്കുകൾ വലിച്ചു നീട്ടി. നോ കല്യാൺ, നമ്മുടെ നാട് പോലെയല്ല US. അവിടെ കല്യാണത്തിന് മുമ്പ് ഒരു കുട്ടി ഉണ്ടാകുന്ന പോലെ ഒരു വിഷയമല്ല. അപ്പോൾ പിന്നെ ഞാനൊരു കുട്ടി എടുത്ത് വളർത്തുന്ന എങ്ങനെ പ്രശ്നമാവും? പിന്നെ ഒരു മാരേജ് എന്നൊക്കെ ഞാൻ സ്വപ്നം പോലും കാണുന്നില്ല. സോ എനിക്ക് ഇവളുണ്ട്, ഇവള് മതി. തനിക്കറിയോ കാവിക്കുട്ടി എന്നെ എന്താ വിളിക്കുന്നെന്ന്? അവൾ സന്തോഷത്തോടെ അവനെ നോക്കി. അവളുടെ കണ്ണുകളിലെ തിളക്കം അവൻ്റെ കണ്ണുകളിലും തെളിഞ്ഞു. ഇല്ല എന്ന ഭാവത്തിൽ അവൻ അവളെ നോക്കി ചുമൽ കൂശി കാണിച്ചു. കാവിക്കുട്ടി, ഞാൻ ആരാ? ഒന്ന് പറഞ്ഞു കൊടുക്ക അങ്കിളിന്. അവൾ കാവ്യയോടായി പറഞ്ഞു. അമ്മ. കാവ്യ പിറുവിറുത്തുകൊണ്ടേയിരുന്നു. കാവ്യയുടെ വായിൽ നിന്നും പുറത്തു വരുന്ന ശബ്ദത്തിനൊപ്പം കാവ്യയുടെ ഹൃദയവും ദ്രുതഗതിയിൽ മിടിക്കുന്ന കല്യാൺ അറിഞ്ഞു. അവനറിയാതെ തന്നെ അവൾക്ക് അടിമപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ. ശരി കല്യാൺ, എൻ്റെ കാവിക്കുട്ടിക്ക് ഉറങ്ങാൻ സമയമായി. ഞങ്ങളെന്നാ പോട്ടെ. ഡോ, ഒരു മിനിറ്റ്, താൻ എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? കല്യാൺ ഒരു മടിയോടെ ചോദിച്ചു. എന്തേ, സേതുവിനെ കാണണല്ലേ? അവൾ ഹാളിലുണ്ട്, താൻ അങ്ങോട്ട് ചെന്നാൽ മതി. ഏയ്, ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ഇതുവരെ സേതുവിനെ കണ്ടിട്ടില്ലടോ. അതാ ഞാൻ... കല്യാൺ അവൾക്ക് മുഖം കൊടുക്കാതെ പറഞ്ഞു. വാട്ട്, സീരിയസ്ലി? കല്യാൺ, താൻ കല്യാണം കഴിക്കാൻ തന്നെ വന്നതാണോ? ഒരു പെണ്ണിനെ കാണുപോലും ചെയ്തത് എങ്ങനെയാണോ? എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നേ? അവൾ വിശ്വസിക്കാൻ പറ്റാതെ അവനെ നോക്കി. നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിനല്ലേടോ നമ്മൾ ആത്മാർത്ഥത കാണിക്കും. എനിക്ക് ഈ കല്യാണത്തിന് ഒരു താല്പര്യമില്ല. ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിന് താല്പര്യമില്ല. പക്ഷേ വീട്ടുകാരുടെ നിർബന്ധവും ഭീഷണിയും... ഹേയ് മിലിറ്ററി സാർ, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സാധാരണ ബോയ്സൊക്കെ എന്ത് പറയണം? കളിയാക്കാതെടോ. ചില സമയങ്ങളിൽ ബന്ധങ്ങൾ നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കും. അത് സ്നേഹം കൊണ്ടാണ്. അതിനു മുന്നിൽ തോറ്റുപോകാത്ത മനുഷ്യരില്ലടോ. എന്ത് സ്നേഹം, എന്ത് ബന്ധം, എല്ലാം വെറുതെയാ കല്യാൺ. അവരുടെ ആവശ്യങ്ങൾ നമ്മളിലൂടെ നടത്തിയെടുക്കുന്നതിന് അവർ കണ്ടെത്തുന്ന ഉപാധി. അങ്ങനെ മാത്രമേ അതിനെ കാണാൻ എനിക്ക് സാധിക്കൂ. ഞാനിതിലൊന്നും വിശ്വസിക്കുന്നില്ല. നമുക്ക് നമ്മളേ ഉള്ളൂ. അതെപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾ യാതൊരു ഭാവഭേദമില്ലാതെ പറഞ്ഞു നിർത്തി. എന്തായാലും താൻ വാ, ഞാൻ സേതുവിൻ്റെ അടുത്താക്കി തരാം. കാവിക്കുട്ടി, നമ്മ പോയി തൂങ്ങിലാമാ. ഇതെന്തൊരു പെണ്ണാണ്. ഓരോ വാക്കും അമ്പ് പോലെ നെഞ്ചിൽ തറക്കുന്നു. ഇവളുടെ ഓരോ വാക്കിന് പിന്നിലും ഓരോ കഥയുള്ളത് പോലെ. മിസ്റ്ററി ഗേൾ, ഞാൻ കണ്ടുപിടിച്ചോളാം. അവൻ മനസ്സിൽ കരുതി. സേതു, എനിക്ക് ഈ കല്യാണത്തിന് തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ശരിക്കും എൻ്റെ പേരൻസ് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. ആക്ച്വലി എൻ്റെ ജോലി അങ്ങനെയാണ്. ഞാനൊരു തവണ പോയാൽ പിന്നെ തിരിച്ചു വരുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അതിനിടയിലേക്ക് ഒരു പെൺകുട്ടി കൂടി വലിച്ചിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താൻ ആഗ്രഹിക്കുന്ന കെയറോ സ്നേഹമോ സമയമോ സാമീപ്യമോ ഒന്നും ഉറപ്പു തരാൻ എനിക്ക് പറ്റില്ല. പേരിനൊരു താലി കെട്ടി തന്നെ ഇവിടെ കഷ്ടപ്പെടുത്തി ഞാനും ആവശ്യമില്ലാത്ത ടെൻഷൻ അടിച്ച് തൻ്റെ എക്സ്പെക്റ്റേഷൻ ഒത്തുപോകാതെ എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു കല്യാണം? ഇത് തന്നോട് ഇപ്പോഴേ പറഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ എനിക്ക് നാളെ അത് വലിയൊരു തെറ്റ് ചെയ്ത പോലെ ഫീൽ ചെയ്യും. ടെറസിൽ കൈയും കെട്ടിന്ന് സേതുവിനോട് സംസാരിക്കുകയാണ് കല്യാൺ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് കല്യാൺ, പക്ഷേ എനിക്ക് വേറെ ഓപ്ഷനില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്കും ഈ കല്യാണത്തിന് തീരെ താല്പര്യമില്ല. എനിക്ക് വേറൊരു പ്രണയമുണ്ട്. പക്ഷെ അതിന് വീട്ടുകാർ സമ്മതിക്കില്ല. പണ്ടെങ്കിൽ ഇയാളുടെ മുത്തച്ഛന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ ഇപ്പം എന്നെ പെടാപ്പാട് പെടുത്തുക. തൻ്റെ ഫീലിങ്സൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? വേറെ വഴിയില്ല. തനിക്കെന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഇവരെന്നെ പുറത്തിറങ്ങാൻ വിടാതെ പൂട്ടി വെച്ചിരിക്കുക. താൻ ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് പുറത്തു പോവാം. എൻ്റെ ലവറിനെ കണ്ടാൽ നമുക്കിതിനൊരു പരിഹാരം കാണാൻ പറ്റും. ഓക്കേടോ, തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയാ? അപ്പോൾ വൈകിട്ട് നമുക്കൊരു ഔട്ടിങ് പോവാം. കൈലാഷ് കാണാൻ എൻ്റെ കൂടെ. താൻ ടെൻഷനാവണ്ട, റെഡി ആയിക്കോ. പെർമിഷൻ ഞാൻ ചോദിച്ചോളാം. അതെ, പിന്നെ ചാരുവിനെയും കൂട്ടിക്കോളൂ കേട്ടോ. കല്യാണം അത് പറയുമ്പോഴും എന്തിനെന്നൊരു ചോദ്യം അവൻ്റെ മനസ്സിൽ ഉയർന്നു വന്നിരുന്നു. എങ്കിലും അതിന് മനസ്സ് കൊടുക്കാതെ അവിടെ നിന്ന് താഴേക്ക് നടന്നു. ഹലോ, ചാരുവായിട്ട് കമ്പനിയായല്ലേ? അവളല്ലേലും അങ്ങനെയാ, എല്ലാവരുമായിട്ടും പെട്ടെന്ന് കൂട്ടാം. ഇൻട്രസ്റ്റ് വന്നാൽ പറഞ്ഞോളൂ കേട്ടോ, ഞാനും ഹെൽപ്പ് ചെയ്യാമേ. അവനെ പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് സേതു ചിരിച്ചപ്പോൾ കല്യാണം അവളെ നോക്കിയാൽ ചിരിച്ചു. ഇൻട്രസ്റ്റ്? ആ, പറയാം. അപ്പം ഹെൽപ്പ് ചെയ്താൽ മതി. സേതുവിനെ നോക്കി കണ്ണ് ചിമ്മിക്കാട്ടി അവൻ താഴേക്ക് പോകുമ്പോൾ സേതു അന്തം വിട്ട് അവനെ നോക്കി നിന്നു. ഈ മനുഷ്യനെ അല്ലേ ദൈവമേ ഞാൻ ഇച്ചിരി മുമ്പ് ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയും ധരിച്ചു വെച്ചിരുന്നു. ചാരു, നീ എന്ത് മാജിക് ആടി കാട്ടിയത്? എങ്ങനെ ഇരുന്ന മനുഷ്യനെ എങ്ങനെ മാറ്റിയെന്ന് നോക്ക്. അവൾ അതോർത്ത് മെല്ലെ ചിരിച്ചു.
കല്യാൺ വന്ന് ശാരദയോടാണ് ആദ്യം സേതുവായിട്ട് പുറത്തു പോകാൻ അനുവാദം ചോദിച്ച്. അവർക്ക് ലോകം തന്നെ കീഴടക്കിയ സന്തോഷം തോന്നി. കാശികാര മരുമകന്റെ മഹാത്മ്യം നാട് നീളെ പറഞ്ഞു നടന്നെങ്കിലും കല്യാണിന്റെ സേതുവിനോടുള്ള പെരുമാറ്റം അവരെ തെല്ലാം ആശങ്കപ്പെടുത്താതിരുന്നില്ല. അപ്പോഴാണ് അവളെയും കൂട്ടി പുറത്തു പോകാൻ അനുവാദം ചോദിക്കാൻ കല്യാൺ അവരെ സമീപിക്കുന്നത്. ഇതിലും കൂടുതൽ എന്താണ് തനിക്ക് വേണ്ടെന്ന് അവർ ഓർത്തു. ഒരു നിമിഷം പോലും ആലോചിച്ച് മെനക്കെടാതെ ശാരദ സമ്മതിച്ചു. വൈകുന്നേരം പുറത്തു പോകാൻ തയ്യാറായി ഹാളിൽ നിൽക്കുകയാണ് കല്യാൺ. ശാരദയും ജാനകി അവരെ യാത്രയാക്കാൻ ഹാളിൽ തന്നെയുണ്ട്. കൈലാഷ് അപ്പോഴേക്ക് റെഡിയായി വന്നിരുന്നു. കൈലാഷ്, നീയും പോകുന്നുണ്ട് ഇവരുടെ കൂടെ? ജാനകി സംശയത്തോടെ അവനെ നോക്കി. പിന്നെ പോവാതെ, അണ്ണം പറഞ്ഞിട്ടാ ഞാൻ റെഡിയായി വന്ന്. ഡാ, അവർ ജോലിയായി പോയിട്ട് വരട്ടടാ, നീ ഒറ്റയ്ക്ക് പോയിട്ട് എന്തെടുക്കാനാ? ഏയ്, കൈലാഷ് ഒറ്റയ്ക്കല്ല ആൻറ്റി, അതിനല്ലേ ഞാൻ കൂട്ടിനെ ചാരുവിനെയും കൂട്ടിയത്. സ്റ്റെയർ ഇറങ്ങി വന്നുകൊണ്ട് സേതു അത് പറയുമ്പോൾ അവൾക്ക് പിന്നിലായി ചാരുവും വരുന്നുണ്ടായിരുന്നു. ആഹാ, ചാരിക്കുട്ടിയും പോകുന്നുണ്ടോ? അപ്പോ ഓക്കെ. ജാനകി വാത്സല്യത്തോടെ ചാരുവിന്റെ നെറുകിൽ തലോടുമ്പോൾ ശാരദ ദേഷ്യം കൊണ്ട് ഉരുകയായിരുന്നു. മൂദേവി, അവളുടെ അമ്മയായിട്ട് എൻ്റെ ജീവിതം തുളച്ചു. ഇപ്പൊ അവളായിട്ട് എൻ്റെ മോളുടെ ജീവിതം തുറക്കുന്ന ലക്ഷണം. ഇതിനെല്ലാം ചേർത്ത് നിനക്കാൻ തരുന്നുണ്ടടി, നീ പോയിട്ടിങ് വാ. ജാനകിയുടെ ചാരുവിനോടുള്ള സ്നേഹപ്രകടനം കല്യാണും കൈലാഷും ശ്രദ്ധയോടെ നോക്കി നിന്നു. അവരുടെ കണ്ണുകളിലെ തിളക്കവും അവളോടുള്ള വാത്സല്യവും അവർക്ക് പുതിയതായിരുന്നു. പക്ഷെ ആ പുതിയ ബോണ്ട് കാണെ കല്യാണിന്റെ മനസ്സിൽ എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തോന്നി. പോവാൻ തയ്യാറായി വന്ന ചാരുവിനെ കണ്ടതും കാവ്യ അവിടെ ഒക്കത്ത് സ്ഥാനം പിടിച്ചു. വിക്രമാദിത്യനും വേതാളവും പോലുള്ള അവരുടെ സ്നേഹം കാണെ കല്യാണം ചെറുതായെന്ന് ചിരിച്ചു. പിന്നെ മെല്ലെ വണ്ടിയെടുക്കാനായി മുന്നോട്ട് നടന്നു. വണ്ടി അവിടെ അടുത്തുള്ള ഒരു കോവിലിന് മുമ്പിൽ ചെന്ന് നിന്നു. കല്യാണം ആദ്യം പുറത്തിറങ്ങി. പിന്നെ മെല്ലെ ചാരുവിനോട് ഇറങ്ങാൻ പറഞ്ഞു. കൈലാഷിനോട് സേതുവിനെ അവൾ പറയുന്നിടത്ത് കൊണ്ടുപോകാൻ പറഞ്ഞേൽപ്പിച്ച് അവർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. കല്യാണിന്റെ പെരുമാറ്റം കൈലാഷിനെ സംശയം ജനിപ്പിച്ചുവെങ്കിലും ആരെ കാണാനാണ് പോകുന്നതെന്ന് അവന്റെ ചോദ്യത്തിന് ഫ്രണ്ടിനെ കാണാനെന്ന് സേതു നൽകിയ മറുപടി അവനെ തൃപ്തിപ്പെടുത്തുന്നതായിരുന്നു. എന്നാൽ ഇവിടെ കോവിൽ തിരുവിഴ ആഘോഷങ്ങൾ കണ്ടു നടക്കുന്ന തിരക്കിലാണ് ചാരു. കാവ്യ അവിടെ ഒക്കത്തിരുന്ന് ഓരോന്ന് ചൂണ്ടിക്കാണിക്കുകയും ഓരോ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ചിരിയോടെ മറുപടി പറയുന്ന ചാരുവിനെ കല്യാൺ ആരാധനയോടെ നോക്കി. കല്യാൺ, താൻ തോന്നും ഉണ്ടാവരുന്ന്, എന്തെങ്കിലുമൊക്കെ പറയടോ. ചുമ്മാ ഇങ്ങനെ മസിലും പിടിച്ചേർന്ന് എന്റെ കാവിക്കുട്ടി ബോറടിക്കില്ലേ? അല്ലേ കാവിക്കുട്ടി? ചാരു കാവ്യയുടെ കവിളിൽ ചെറുതായി ഉമ്മൊടുത്തോണ്ട് പറഞ്ഞു. ആമമ്മ, ഈ അങ്കില് എപ്പോഴും ഇങ്ങനെയാ, പിന്നില്ല. കാവിക്കുട്ടിക്ക് ഇഷ്ടല്ല. ഓ, എന്റെ കാവിക്കുട്ടിക്ക് മിണ്ടായിരിക്കുന്നവർ ഇഷ്ടമല്ലേ അല്ലേ? നമുക്ക് അങ്കിളിനെ കൊണ്ട് സംസാരിപ്പിക്കാം അല്ലേ? ചാരുമെല്ലെ കാവ്യ നോക്കി കണ്ണടച്ച് കാണിച്ചു. അവരുടെ രണ്ടുപേരുടെയും മുഖത്ത് നിറഞ്ഞ കുറുമ്പിന്റെ കാരണമറിയാതെ സംശയത്തോടെ നോക്കി നിൽക്കുന്ന കല്യാണിനെ പെട്ടെന്ന് കാവ്യയും ചാരുവും ചേർന്ന് ഇക്ലിയൂട്ടി തുടങ്ങി. പെട്ടെന്നുണ്ടായ അറ്റാക്കായതിനാൽ അവരെ തടുക്കാൻ കല്യാണിന് സാധിച്ചില്ല. അവൻ ചിരിച്ചുകൊണ്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ തുടങ്ങിയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കഴിഞ്ഞില്ല. ചാരു, കാവ്യ വിട്, ആളുകൾ നോക്കുന്നു, പ്ലീസ്. അവൻ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷേ നമ്മുടെ ചാരുവും കാവ്യയും വെറുതെ വിടാനുള്ള ഭാവമേ ഉണ്ടായിരുന്നില്ല. അവസാനം അറ്റ കൈയെന്നോണം കല്യാൺ ചാരുവിന്റെ കൈ പിടിച്ച് അവളുടെ പിന്നിലേക്കാക്കി അവൾ അനങ്ങാൻ പറ്റാത്ത പോലെ നിർത്തി. മറുകയിൽ കാവ്യ ഇരിക്കുന്നതിനാൽ അവൾക്ക് അവന്റെ കൈ വിടുവിക്കാൻ സാധിച്ചില്ല. അവൻ അവളെ നേരെ പിടിച്ചു തിരിച്ച് അവന്റെ നെഞ്ചിൽ ചേർത്ത് നിർത്തി. ഇനി എങ്ങനെ രക്ഷപ്പെടും? അവൻ അവളുടെ കാതിൽ മെല്ലെ ചോദിച്ചു. പെട്ടെന്നുണ്ടായ അവന്റെ പ്രതികരണം അവളിൽ ഭാവവ്യത്യാസങ്ങൾ ഉണ്ടാക്കി. താൻ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ഒന്ന് അവളുടെ ഹൃദയമിടിപ്പ് കൂടി. മാമ, അങ്കിളി നമ്മളെ പിരിച്ചു, ഇനി എന്തു ചെയ്യും? കാവിക്കുട്ടി സങ്കടത്തോടെ ചോദിച്ചു. അങ്കിളല്ല കാവിക്കുട്ടി, പപ്പ. കല്യാൺ കാവ്യയോടായി തിരുത്തി പറയുമ്പോൾ ചാരു അവൻ അത്ഭുതത്തോടെ നോക്കിയായിരുന്നു. കല്യാൺ, താൻ എന്തീ പറഞ്ഞു കൊടുക്കുന്നത്? താൻ എന്താ പറയുന്നത് തനിക്കറിയോ? അവൾ കുഞ്ഞാ, അവളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ പപ്പ എന്ന് വിളിക്കും. തന്നെ കല്യാണം നടക്കാൻ പോവാ. ഇത് വലിയൊരു തെറ്റാവും ചിലപ്പോ. അത് മാത്രമല്ല, വെറുതെ അവളുടെ മനസ്സിൽ ആഗ്രഹങ്ങൾ ജനിപ്പിക്കരുത്. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് ഞാനും കാവ്യം തിരികെ USA പോകും. തന്നെ പപ്പ എന്ന് വിളിപ്പിച്ച് വെറുതെ അവളെയും സങ്കടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടവരെല്ലാം വിട്ട് നാടും വീട് ഉപേക്ഷിച്ച് മറ്റൊരു സ്ഥലത്ത് ജീവിക്കുന്ന എത്ര സങ്കടം നിറഞ്ഞ കാര്യമാണെന്ന് എനിക്കറിയാം. അവളെ ആ സങ്കടത്തിലേക്ക് എടുത്തെറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. താനിപ്പോൾ അവളെ പപ്പ എന്ന് വിളിപ്പിക്കുമ്പോൾ താൻ അവൾക്ക് കൊടുക്കുന്ന വലിയൊരു ഹോപ്പാണ്. അത് നിറവേറ്റി കൊടുക്കാൻ തനിക്ക് പറ്റില്ല. സോ അവൾ അങ്കിളിൽ തന്നെ വിളിച്ചോട്ടെ. തനിക്ക് അവളുടെ മമ്മയാകാമെങ്കിൽ എനിക്ക് അവളുടെ പപ്പയോ ആകാൻ ചാരു. ഞാൻ എന്താണ് പറയുന്ന പൂർണ്ണ ബോധം എനിക്കുണ്ട്. ഞാൻ അവളോട് എന്നെ പപ്പ എന്ന് വിളിക്കാൻ പറഞ്ഞ് എന്തോ അവളുടെ പപ്പയായിരിക്കുന്ന ഉറപ്പുള്ളത് കൊണ്ടാണ്. എനിക്കാരെയും ബോധ്യപ്പെടുത്താനല്ല ചാരു. അവളെന്നെ പപ്പ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഈ കല്യാണം മാറിപ്പോയാ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് ഞാനാവും. അതും പറഞ്ഞ് കല്യാണം ചാരുവിന്റെ കയ്യിൽ നിന്ന് കാവ്യക്കുട്ടിയെ കയ്യിലെടുത്തു. കാവ്യ, എന്നെ പപ്പ എന്ന് വിളിച്ചേ. കല്യാണം അവിടെ കവിളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. കാവ്യയുടെ മുഖത്ത് തെളിഞ്ഞ ചിരി അവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചു. പപ്പ. കാവ്യക്കുട്ടിയുടെ മന്ത്രം പോലെ പറഞ്ഞുകൊണ്ട് അവന്റെ കവിളിൽ മുത്തം കൊടുക്കുമ്പോൾ ചാരു കണ്ണിമക്കാതെ അവരെയും നോക്കി നിൽക്കുകയായിരുന്നു. സെൽവം, നമുക്ക് സേതുവിന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ചാരുവിന്റെ കാര്യം കൂടി നടത്തണം. അവൾക്കും വിവാഹപ്രായം വരികയാണ്.
മനസ്സിലെ വിഷം ചിരിയിൽ ഒളിപ്പിച്ച് ശാരദ സെൽവത്തിനോടായി പറഞ്ഞു. നിനക്ക് എങ്ങനെ സാധിക്കുന്നു ശാരദ? അവള് നിന്നെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചു, എന്തൊക്കെ പറഞ്ഞു. അവൾ ഇപ്പോഴും നിന്നെ ഒരു ശത്രുവിനെ പോലെയാ കാണുന്നത്. എന്നിട്ട് നീ ഇപ്പോഴും അവളുടെ കാര്യോർത്ത് സങ്കടപ്പെടുന്നു. അഹങ്കാരാണ് അവൾക്ക്. നിന്റെ സ്നേഹം അവൾ അർഹിക്കുന്നില്ല. എന്നും ചെയ്യാനുള്ള തൻ്റെ ഇടം, സ്വന്തമായി 4 കാശുണ്ടാക്കുന്നതിനെ നെകളിപ്പ്. അല്ലെങ്കിൽ പെറ്റമ്മ എല്ലായിട്ട് പോലും നീ അവളെ സ്നേഹിച്ച് കൂടെ കൂട്ടാൻ നോക്കുമ്പോൾ നിന്നെ തള്ളിപ്പറഞ്ഞ് ദേഷ്യം കാണിച്ച് മാറിപ്പോവോ? അവളുടെ ഭാവി അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അവളുടെ കാര്യം അന്വേഷിക്കാൻ ഞാനില്ല ശാരദ. നീ ഇനി അവളുടെ കാര്യം പറഞ്ഞ എൻ്റെ അടുത്ത് വരണ്ട. അങ്ങനെയല്ല സെൽവം, അവൾ ചെറിയ കുട്ടിയല്ലേ, നമ്മളല്ലേ ക്ഷമിക്കേണ്ടത്. ശാരദ മറുപടി പറഞ്ഞു. ചെറിയ കുട്ടിയോ? തെറ്റുപറ്റുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഇതങ്ങനെയല്ല. മനഃപൂർവ്വം ചെയ്യുന്നത് അവളിതെല്ലാം. അവൾ ഒരു വിധത്തിലും ന്യായീകരിക്കാൻ എനിക്ക് പറ്റില്ല. നീ അവളുടെ കാര്യം വിട്ടേക്ക്. കല്യാണം കഴിഞ്ഞ് പിറ്റേന്ന് അവളെ തിരിച്ചയക്കും ഞാൻ. അതും പറഞ്ഞ സെൽവം അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവളോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞതെന്ന് കരുതിയോ സെൽവം? നിങ്ങൾ എന്നോട് ചെയ്ത ചതി ഞാൻ ഇന്നും മറന്നിട്ടില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ട മകളെ നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റിയ ഞാൻ തന്നെയാ. എന്നെ സങ്കടപ്പെടുത്തി അവളുടെ മകളെയും സ്നേഹിച്ച് സന്തോഷമായിട്ട് കഴിയാമെന്ന് കരുതിയോ? നിങ്ങളുടെ മുമ്പിൽ മാത്രമേ ഞാൻ അവളെ സ്നേഹിക്കൂ, അല്ലെങ്കിൽ അവൾക്ക് ഞാൻ നരകമാണ് കാണിക്കുന്നത്. ഞാൻ അവളെ സ്നേഹിച്ചതിൻ്റെ പാടുകൾ ഇന്നും അവളുടെ ദേഹത്തുണ്ട്. എന്നെ മറികടന്ന് നിങ്ങളുടെ മനസ്സിൽ കയറി ഇവളുടെ സന്തതി ഈ വീട്ടിൽ വേണ്ടെന്ന് തീരുമാനിച്ചത് ഞാനാ. എൻ്റെ മകളുടെ ജീവിതത്തിൽ അവളൊരു വെല്ലുവിളിയായ ഈ ലോകത്ത് തന്നെ അവൾ വേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിക്കും. ഷാരിയുടെ മുഖത്ത് ക്രൂരമായൊരു ചിരി വിടർന്നു. അരുൺ, നീ എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് വീട്ടിൽ വല്ലാത്ത പ്രഷറുണ്ട്. ഇപ്പൊ തന്നെ നിന്നെ കാണാൻ വരാൻ പറ്റിയത് ആ കല്യാണത്തിന് ഇഷ്ടമില്ലാത്തതുകൊണ്ടാ. പക്ഷെ എങ്ങനെ ഈ കല്യാണം മുടക്കും? അരുണിന്റെ വീട്ടിൽ വിവാഹം മുടക്കാനുള്ള മാർഗം തിരികെയായിരുന്നു സേതു, നീ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ ഇപ്പോൾ വേണമെങ്കിൽ പോലും ഒരു താരമായിട്ട് നിന്നെ കൂടെ കൂട്ടാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ നിന്റെ വാശി നീ കളയാതെ അതിന് മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. നോ അരുൺ, എൻ്റെ അച്ഛനെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. അച്ഛന് എന്നുള്ള സ്നേഹം നഷ്ടപ്പെടുത്താനും വയ്യ. ഓൾറെഡി അച്ഛന് ചാരുവിനുള്ള ദേഷ്യം എനിക്ക് അറിയാവുന്നതാണ്. വർഷങ്ങളെ അവളോട് അച്ഛൻ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് അതേ വെറുപ്പ് പപ്പ എന്നോടും കാണിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ചാരു വന്നിട്ടുണ്ടോ കല്യാണത്തിന്? അരുൺ ആകാംക്ഷയോട് അവളോട് ചോദിച്ചു. അരുൺ, നിനക്കിപ്പോൾ ചാരു വന്നാണോ എന്നെ രക്ഷപ്പെടുത്താൻ നോക്കുകയാണോ പ്രധാനം? ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുക. അല്ലാതെ ഞാൻ നോക്കിയിട്ടൊരു മാർഗവും കാണുന്നില്ല. എനിക്ക് ആ കല്യാണം ഒന്ന് കാണാൻ പറ്റുമോ? അയാളോട് കൂടി ആലോചിച്ച് നമുക്കൊരു തീരുമാനത്തിലെത്താം, അരുൺ പറഞ്ഞു. അധികം വൈകാതെ അവർ അരുണിന്റെ വീട് വിട്ടിറങ്ങി. അരുണിനൊപ്പം ഇറങ്ങി വരുന്ന സേതുവിനെ കൈലാഷ് നോക്കി നിന്നു. കൈലാഷ്, ഇത് അരുൺ, എൻ്റെ ഫ്രണ്ടാണ്. അരുണിന് കല്യാണം ഒന്ന് കാണണമെന്ന് പറഞ്ഞു. സേതു കൈലാഷിനോടായി പറഞ്ഞു. ഹായ് ബ്രോ, ഐ ആം അരുൺ. തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം.